എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 45 ശ്ലോകം 16, 17, 18, 19, 20, 21 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കംസന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഓരോ ദിക്കുകളിലേക്ക് ഓടിപ്പോയിരിക്കണ അങ്ങയുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊള്ളു. യദുക്കള്, വൃഷ്ണികളെയൊക്കെ അവരെയൊക്കെ ആളയച്ചു വരുത്തി വേണ്ട പോലെ അവരെയും സംരക്ഷിക്കണം. ഇതറിഞ്ഞ് അവരെല്ലാവരും വരും എന്ന് ഭഗവാൻ പറയണു ഉഗ്രസേന മഹാരാജാവിനോട്. അങ്ങനെതാ അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവരണു. അതൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. സഭാജിതാൻ സമാശ്വാസ്യ വിദേശാവാസകർഷിതാൻ നിവാസയേ സ്വഗേഹേഷു വിത്തൈ സന്തർപ്യ വിശ്വകൃത്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കോളൂ എന്ന് പറഞ്ഞ ശേഷം ഓരോ ദിക്കുകളിലേക്ക് തൽക്ഷണം ആളുകളെ അയച്ച് സകല പ്രജകളെയും മധുരാപുരിയിലേക്ക് വരുത്തി. അവരെല്ലാവരും അന്യദേശത്ത് ഇങ്ങനെ താമസിക്കില്ല. അവർക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു സുഖമുണ്ടോ? വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും സൽക്കരിച്ചു. അവർക്ക് എത്ര സന്തോഷമായി എന്നാണ് പറയാനില്ല. കംസൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവര് പോയത്. പക്ഷെ അപ്പോഴേക്കും സമാധാനായതാ. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു വന്ന് ഭഗവാന്റെ ആ സൽക്കാരം അതും കൂടി കണ്ടപ്പോ അവരുടെ സന്തോഷം കൊണ്ട് ഇരട്ടിച്ചു. പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ധനധാന്യാദികളൊക്കെ കൊടുത്തു. എല്ലാവർക്കും തൃപ്തിയായി. അപ്പൊ അവരുടെ ഭവനങ്ങളൊക്കെ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ. എല്ലാ ഭവനങ്ങളിലേക്കൊക്കെ സൽക്കരിച്ച് കൊണ്ടുപോവാണ്. അവിടെ കൊണ്ടിരുത്തിയിട്ട് അവരുടെ കയ്യിൽ ഇപ്പൊ വസ്തുക്കളൊന്നുമില്ല, ധനം എല്ലാം കൊടുത്തു ഭഗവാൻ. അവർക്ക് എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള സകല സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടായിരുത്തിയിരിക്കണം. അപ്പൊ എങ്ങനെയത് ഭഗവാൻ അവിടെ വന്നപ്പോ തന്നെ എങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കണ്ട. ഭഗവാൻ ആരാ? സങ്കല്പമാത്രത്താൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാൻ കഴിയില്ല ഭഗവാന്. ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒന്നും അസാധ്യമല്ല. എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചും അവരുടെ സന്തോഷം ഭഗവാനെ രണ്ടുപേരും ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടും എല്ലാവരും വളരെ തരായിട്ടിരിക്കുകയാണ്. കൃഷ്ണ സംഘർഷണ ഭുജേ ഗുപ്താ ലബ്ധ മനോരഥാ ഗൃഹേഷു രേമിരേ സിദ്ധാ കൃഷ്ണരാമാഗതജ്വരാഹ. ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ആ കഴിവ് കൊണ്ട് അവർക്ക് ശത്രുഭയം തീരെ ഇല്ലാതെ. ഇനി എന്തിനാ പേടിക്കാനുള്ള? ആരെ പേടിക്കണം? അത് മാത്രല്ല, ഭയമില്ല എന്ന് മാത്രല്ല, ഇനി അവർക്ക് യാതൊരു വിഷമവും ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നുമില്ല. എന്താ അത്? ശ്രീകൃഷ്ണ ബലരാമന്റെ വൈഭവം കൊണ്ട്. ഭഗവാൻ ഈശ്വരന്മാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. പിന്നെന്താ? അങ്ങനെയാണ് മധുരാപുരവാസികൾക്ക് യാതൊരു ദുഃഖവും ഇല്ലാതെ അവരുടെ ദുരിത കാലമൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് സന്തോഷ ദിനങ്ങളാണ്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. പരിപൂർണ സുഖത്തോടെ എല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളില് ആനന്ദിച്ചു ജീവിച്ചു എന്ന് പറയണം. വീക്ഷന്തോ അഹരഹ പ്രീത മുകുന്ദവദനാംബുജം നിത്യം പ്രമുദിതം ശ്രീമത് സദയസ്മിത വീക്ഷണം. സൗന്ദര്യശ്രീ വിളയാടുന്നതും കാരുണ്യത്തോടും മന്ദഹാസത്തോടും കൂടി തങ്ങളെ കടാക്ഷിക്കുന്നതും പരമാനന്ദം നിറഞ്ഞും ദർശനമാത്രത്താൽ സകല സന്താപങ്ങളിൽ നിന്നും എല്ലാം ഉദ്ധരിച്ച് പരമാനന്ദ രൂപമായ ആ ഭക്തി നൽകുന്നതുമായ ശ്രീകൃഷ്ണന്റെ മുഖാംബുജത്തെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ട് പരമസന്തുഷ്ടരായ മധുരാപട്ടണവാസികളെ രമിച്ചു എന്നതാ പ്രത്യേകം പറയണു. നിത്യം പ്രമുദിതം ശ്രീമൽ സദയസ്മിത വീക്ഷണം. ആ സുന്ദര സൗന്ദര്യോത്തരതോ വിസുന്ദരതരം അങ്ങനെയുള്ള ആ രൂപം ഭഗവാന്റെ മന്ദസ്മിത ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ട് പരമ സന്തുഷ്ടരായി മധുരാപുരവാസികൾ. ആ ഗോപസ്ത്രീകൾ പറഞ്ഞത് അന്വർത്ഥം. ഇനി അവർക്കാണ് ഉത്സവം.
എന്നും ഉത്സവം തന്നെയായി ശരിക്കും പിന്നെ മധുരാപുരവാസികൾക്ക്. തത്ര പ്രവയസോപ്യാസൻ യുവാനോധിബലൗജസ പിബന്തോക്ഷേർമുകുന്ദസ്യ മുഖാംബുജസുതാം മുഹു. മധുരാ പട്ടണത്തില് വസിക്കണ വൃദ്ധന്മാർക്ക് കൂടി യൗവനം വന്നു എന്നാ പറയണേ. അവരെല്ലാം യൗവനയുക്തന്മാരായ ചെറുപ്പക്കാരെ പോലെയായി. അതെങ്ങനെയാത്? ഭഗവാന്റെ ആ ദർശനം, മുക്തിപ്രദനായ ആ ഭഗവാന്റെ ആ മുഖത്തിൽ നിന്ന് ഒഴുകുന്ന ആ സൗന്ദര്യ ലക്ഷ്മിയെ ആ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ കാണുകയും വാക്കാവുന്ന ആ അമൃതത്തെ ശ്രോത്രങ്ങളാൽ ഇങ്ങനെ പാനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോ, അങ്ങനെയല്ലേ അവര് ചെയ്തത്, മധുരാവാസികള് ചെയ്തുകൊണ്ടിരിക്കണത്. അവര് പറഞ്ഞില്ലേ അങ്ങനെ കോരി കുടിച്ചൊന്ന് ഭഗവാനെ ഇങ്ങനെ കണ്ണിമയ്ക്കാതെ നോക്കിയിട്ട് ഭഗവാന്റെ ഓരോ അവയവങ്ങളിലെ ആ സൗന്ദര്യം ഇങ്ങനെ നോക്കി 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 അവര് അതിങ്ങനെ പാനം ചെയ്യാണോന്ന് തോന്നുന്നു പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാന്റെ ഓരോ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികള് ഇവരുടെ ആ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ആനന്ദിക്കുമ്പോ, അതിനു മുമ്പ് നഷ്ടപ്പെട്ടിരുന്ന ആ ജീവശക്തി അമൃതപാനം കൊണ്ട് ഓരോ അവയവവും ഇങ്ങനെ പുഷ്ടിപ്പെടുന്നത് പോലെ ആനന്ദാധിക്യ നിമിത്തം അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ആനന്ദം രോമാഞ്ചൊക്കെ വന്നില്ലേ, അതുകൊണ്ട് ദേഹത്തില് ആ ബലക്ഷയം തീരെ അങ്ങോട്ട് നശിച്ചു. അങ്ങനെയാണ് അവര് സമ്പൂർണ്ണ സുഖമുള്ളവരായിട്ട് തീർന്നു എന്നർത്ഥം. അവരുടെ അവയവങ്ങളെല്ലാം അങ്ങനെ യൗവനയുക്തമായി, എല്ലാം പരിപൂർണ ആരോഗ്യപ്രദമാന്മാരായി എല്ലാ ജനങ്ങളും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഭഗവാന്റെ ആ ദർശനം കൊണ്ട്. അപ്പൊ ഈ ധ്യാനം ചെയ്യുമ്പോൾ അത് പ്രത്യേകം പറയും. സഗുണധ്യാനം വിവരിക്കുന്ന ആ സമയത്ത് ഭഗവാന്റെ ഓരോ അവയവങ്ങളെ ഹൃദയകമലത്തിൽ ധ്യാനിച്ച് എങ്ങനെയാണ് ഹൃദയകമലത്തിൽ ധ്യാനിക്കേണ്ടത് എന്ന് വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ധ്യാനിച്ച് ആ സൂക്ഷ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവത് രൂപത്തെ ഹൃദയകമലത്തിലോ ഭ്രൂമധ്യത്തിലോ കാണാൻ തക്ക വിധം അങ്ങനെ ധ്യാനം ഉറപ്പിച്ചാൽ ഭഗവാന്റെ ആ മുഖാദികളായ ഓരോ അവയവങ്ങളിൽ നിന്നൊഴുകുന്ന ആനന്ദാമൃതം ഹൃദയകമലത്തിൽ കൂടി ആ സൂക്ഷ്മ ശരീരാവയവങ്ങളിൽ വ്യാപിക്കും. അങ്ങനെ ആ സ്ഥൂല അവയവങ്ങൾക്കൊക്കെ ആ ശക്തി സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യ ശരീരങ്ങളില് ഉണ്ടാവല്ലോ ജര നരയൊക്കെ, അതൊന്നും ആ വാർദ്ധക്യപീഡ ഇതൊക്കെ നശിച്ച് നിത്യ യൗവനയുക്തമായ ആ ശരീരത്തോടെ ചിരകാലം ജീവിച്ചിരിക്കാൻ സാധിക്കും എന്ന് യോഗശാസ്ത്രത്തില് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. അതുകൊണ്ടാണ് മധുരാപുരി ഭഗവാനെ എങ്ങനെ നിരന്തരം അവര് കണ്ടുകൊണ്ടിരിക്കണം. അത് അവരുടെ ഹൃദയകമലത്തിൽ അവര് പിന്നെയും ഭഗവാൻ തന്നെ നിറഞ്ഞിരിക്കണം, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ടാണ് മധുരാപുരവാസികൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി എന്ന് പറഞ്ഞത്. അഥനന്ദം സമാസാദ്യ ഭഗവാൻ ദേവകീസുത സംഘർഷണശ്ച രാജേന്ദ്ര പരിഷ്വജ്യേതം ഊചതു. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, അപ്പൊ നന്ദഗോപുരം അവിടെ താമസിക്കല്ലേ, ഇത്രയും ദിവസം പോയിട്ടില്ല. അവിടെ യദുക്കളെയൊക്കെ ആശ്വസിപ്പിക്കണം. ഭഗവാൻ അവിടെ ഉഗ്രസേന മഹാരാജാവിനെ രാജാവാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണു. അതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നന്ദഗോപുരൊക്കെ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് അങ്ങനെ കുറെ ദിവസം മധുരയിൽ താമസിച്ചു നന്ദഗോപുരം. പിന്നെതാ മധുരയിൽ നിന്ന് പുറപ്പെടാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന നന്ദഗോപുരുടെ അടുത്ത് ചെന്നിട്ട് വേഗം നമസ്കരിച്ചു. അത്ര നേരം എങ്ങനെയായിരുന്നു ദേവകീപുത്രൻ അല്ലെ, എൻ്റെ അച്ഛനും അമ്മമാരെ എനിക്ക് ഒന്നും ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല, ഞങ്ങളുടെ അച്ഛനമ്മമാരെ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഇപ്പോഴെന്താ, ഇപ്പൊ നന്ദന്റെ പുത്രനാണ്, നന്ദന്റെ മാത്രം പുത്രനാണെന്നുള്ള മട്ടിലാണ് ഭഗവാന്റെ പെരുമാറ്റം. അച്ഛ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് പറയണു. പൂവല്ലേ അച്ഛൻ അവിടുന്ന്, അപ്പോഴത്തെ ഒരു വിഷമം. എന്നിട്ട് പറയാ, അപ്പൊ ശ്രീശൈലമഹർഷി മഹാരാജാവിനോട് പറയാ, അങ്ങേക്കിപ്പോ ദേവകി വസുദേവന്മാരുടെ പുത്രനാണ് ഭഗവാൻ എന്ന് പറയുമ്പോ വളരെ സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ, പക്ഷെ എനിക്ക് അതൊന്നും തോന്നണില്ല എന്ന് പറയാന്ന് ശ്രീ ശുകബ്രഹ്മർഷി. എന്താ, എന്നെ പോലെയുള്ള ഭിക്ഷുക്കൾക്ക് ഭഗവാൻ ആരുടെ പുത്രനായിട്ട് അഭിനയിച്ചാലും പ്രത്യേകിച്ചൊന്നുമില്ല, ഭഗവാന്റെ അഭിനയല്ലേ ഇതൊക്കെ. ഇപ്പൊ നന്ദന്റെ പുത്രനാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് അത് കാണുമ്പോ അത് അങ്ങക്ക് വിഷമം തോന്നണ്ടെന്ന് പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയാ. ഭഗവാൻ ആരുടെയും പുത്രനും അല്ല, ആരും ഭഗവാന്റെ അച്ഛനെയും അമ്മയോ അല്ല. അതാണല്ലോ ഋഷിമാർക്ക് അതൊക്കെ മനസ്സിലാവൂലോ, അവര് ഉറച്ചിരിക്കൂലോ.
അങ്ങ് മനസ്സിലാക്കിക്കോളൂ, ഇത് ഭഗവാൻ ഇതൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഭഗവാൻ ആരുടെയും പുത്രനുമല്ല, ആരും ഭഗവാന്റെ അച്ഛനും അമ്മയും അല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിഭൈവം അങ്ങയ്ക്കുണ്ടല്ലോ എന്ന് ശ്രീ ശിവബ്രഹ്മർഷി പറയണത് പരീക്ഷിത്ത് മഹാരാജാവിനോട്. അങ്ങനെ നന്ദഗോപര് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിതൃയുവാഭ്യാം സ്നിഗ്ധാഭ്യാം പോഷിതൗ ലാളിതൗ ഭൃശം പിതരോരപ്യധികാ പ്രീതി ആത്മജേഷ്വാത്മനോഭിഹി. ഭഗവാൻ നന്ദഗോപരോട് പറഞ്ഞത് 3 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഇവിടെ വിവരിക്കുന്നത്. ഹേ പിതാവേ, അച്ഛ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളിൽ എത്ര വാത്സല്യ ചൊരിഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. നല്ല നല്ല ഭക്ഷണങ്ങൾ തന്ന് ഞങ്ങളുടെ ശരീരത്തില് പോഷിപ്പിച്ചു, പിന്നെ കുളിപ്പിച്ച് നല്ല നല്ല വസ്ത്രങ്ങൾ തന്നു, ഞങ്ങളെ ഏറ്റവും ലാളിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ വളർത്തിയത്. അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ലോകത്തില് മാതാപിതാക്കന്മാര് തങ്ങളെക്കാളും അവര് സ്വന്തം കുട്ടികളെയല്ലേ സ്നേഹിക്കുക. കുട്ടികള് നന്നായിരിക്കണം. ആ പുത്രന്മാരും പുത്രിമാരും അവരെ സ്നേഹിക്കുമ്പോഴാണ് മാതാപിതാക്കന്മാർക്ക് ഏറ്റവും സന്തോഷം. നമ്മളെ സുഖത്തിനേക്കാളും കുട്ടികൾ സുഖമായിട്ടിരിക്കണം എന്നല്ലേ എല്ലാ അച്ഛനമ്മമാരും വിചാരിക്കുക. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെ അത്രയും സ്നേഹിച്ച് വളർത്തിയില്ല, അത്ഭുതമൊന്നുമില്ല എന്ന് പറയാണ്. അത് പ്രസിദ്ധാണല്ലോ എന്ന്. ഇത്രോരപ്പി അധികാ പ്രീതി, അതെ, നിങ്ങളെക്കാളും കുട്ടികളെ തന്നെയാണ് സ്നേഹിക്കുക. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നന്ദഗോപരെ സമാധാനിപ്പിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോ നന്ദഗോപർക്ക് എത്ര വിഷമം ഉണ്ടാവില്ലേ. തന്നെ അവിടെ ചെല്ലുമ്പോഴല്ലേ നന്ദഗോപുരം അറിയണത്, ഈശ്വര, ഇത് നമ്മുടെ സ്വന്തം പുത്രനല്ല, ദേവകിയുടെയും വസുദേവന്റെയും പുത്രനാണ്. ഇനി കണ്ണൻ വൃന്ദാവനത്തിലേക്ക് വരില്ല. വാസുദേവരുടെ മനസ്സങ്ങനെ വളരെ വിഷമിച്ചിരിക്കുക. ഇനി യശോദയോട് അവിടെ പോയിട്ട് എന്താ പറയുക? ഇതൊക്കെയാണ് നന്ദഗോപരുടെ ഉള്ളില്. അപ്പൊ ഓരോന്ന് പറഞ്ഞത് ഭഗവാൻ സമാധാനിപ്പിക്കണു നന്ദഗോപരെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.